ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അച്ചമ്മ പറയുന്നതും കേട്ട് സഹിക്കാനാവാതെ അശ്വിൻ പുറത്തേക്ക് പോവാണ് കേട്ടോ. അഞ്ജലി വിളിച്ചിട്ടൊന്നും നിൽക്കാതെ പോവാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി അശ്വിനെ വിളിക്കുമ്പോൾ അശ്വിൻ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അതിന്റെ ടെൻഷനിലാണ് കേട്ടോ ശ്രുതി. ആ സമയത്ത് നമ്മുടെ ആകാശും അശ്വിനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാണ്. അതും കൂടെ കേട്ടപ്പോൾ നമ്മുടെ അഞ്ജലി അശ്വിനൊരു വോയിസ് മെസ്സേജ് ഇടാണേ. കുഞ്ഞാ, നിന്നോട് എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. നീ എവിടെയാണെങ്കിലും നാളെ രാവിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തണം. നിന്റെയും ശ്രുതിയുടെയും വിവാഹം നടത്തുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലൊരു മാറ്റമില്ല. നീ നാളെ രാവിലെ അവിടെ എത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ മനോരമ ചോദിക്കും, അഞ്ജലി ബേബി എന്താ ഈ പറയുന്നത്? അശ്വിൻ ബേബിയുടെ വിവാഹോ? അതെ ആന്റി, അത് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആരും അതിലേക്ക് എതിർപ്പ് വേണ്ട എന്ന് പറയട്ടോ. അപ്പൊ തന്നെ ആകാശം പറയുന്നുണ്ട്, ഏട്ടൻ ഒന്നും പറയാതെ എങ്ങനെയാ? നാളെ അവിടെ എത്തിയിരിക്കും ആകാശ്. അവൻ എൻ്റെ അനിയനാണെങ്കിൽ എത്തും എന്ന് പറയണേ. അതിനുശേഷമാണെങ്കിൽ അഞ്ജലി നേരെ നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ടെൻഷനോട് കൂടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്താ ചേച്ചി? ശ്രുതി, നീ വീട്ടിൽ തന്നെ ഇല്ലേ? ഉണ്ട് ചേച്ചി, ഞാൻ നിന്നോട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ട് പോവാണ്. നാളെ നിൻ്റെയും കുഞ്ഞൻ്റെയും വിവാഹമാണ്. അപ്പോൾ നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് രാഹുലം കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങണം എന്നൊക്കെ പറയാൻ കേട്ടോ. അതെന്താ ചേച്ചി ഇത്ര പെട്ടെന്ന്? നീ അതൊന്നും ആലോചിക്കണ്ട. ഞാൻ പറയുന്നത് എന്താണോ അത് മാത്രം നീ ചെയ്താൽ മതി എന്ന് പറയാൻ കേട്ടോ അഞ്ജലി. അപ്പോൾ നമ്മുടെ ശ്രുതി അശ്വിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ ഇല്ല, അവൻ നാളെ രാവിലെ പറഞ്ഞ സ്ഥലത്ത് എത്തും എന്ന് പറയണേ. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഒരു ബീച്ച് സൈഡിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണത്തിന്റെ സെറ്റ്. അപ്പോൾ നമ്മുടെ അശ്വിനെ കാത്തിട്ട് മനോരമ നിൽക്കുവാണേ. അപ്പൊ കാണുന്നത് നമ്മുടെ ശ്രുതി വരുന്നതായിരിക്കും. എന്റെ മൈ ഗോഡ്, കല്യാണ പെണ്ണിങ്ങ് എത്തിയല്ലോ. കല്യാണ ചെറുക്കനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്നും പറഞ്ഞ് വേഗം തന്നെ നമ്മുടെ മോഹൻ എന്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ പോയിട്ട് പറയുന്നുണ്ട്, രണ്ടാം കെട്ടിനായിട്ട് ആ കീറസാരിക്കാരി എത്തിയിട്ടുണ്ട്. അവള് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അശ്വിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും എന്നിട്ട് അമ്മായിയും ശ്രുതിയും കൂടെ അമ്പലത്തിൽ കയറി തൊഴുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയെ കണ്ടതും ആകാശ് വരൂ നിങ്ങളെയും കാത്ത് നിൽക്കുമായിരുന്നു, അങ്ങോട്ട് ചെല്ലെന്ന് പറയാം കേട്ടോ. അങ്ങനെ ശ്രുതിയും അമ്മായിയും കൂടെ മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഒരു പരിഭ്രമിച്ച് നിൽക്കുന്നതായിട്ടാണ് കേട്ടോ ശ്രുതി കാണുന്നത്. അല്ല, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ? എന്തിനു പെട്ടെന്ന് കല്യാണം വേണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നാണ് തീരുമാനിച്ചത് കല്യാണം. പ്രമീളാൻറ്റി എന്താ വന്നില്ലേ എന്ന് ചോദിക്കട്ടോ. അമ്മ ഇപ്പോൾ വരും, മുഹൂർത്തമാകുമ്പോഴേക്കും എത്താന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അശോകന്റെ അടുത്ത് പോയതായിരിക്കില്ലേ? അതെ, ഇവളെയും കൊണ്ട് ചെല്ലണം എന്നാ പറഞ്ഞത്. പക്ഷേ മുഹൂർത്തം വൈകുമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഇവളെയും കൊണ്ട് പോന്നാന്ന് പറയാൻ കേട്ടോ അമ്മായി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രീതിയുടെ കൈ പിടിച്ചിട്ട് ശ്രുതി അങ്ങ് കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? എല്ലാവരും എന്താ പരിഭ്രമിച്ചിരിക്കുന്നത്? അശ്വിൻ എവിടെയെന്ന് ചോദിക്കുകയാണേ. അശ്വിൻ ചേട്ടൻ എത്തിക്കോളും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടോ പ്രീതി. അപ്പോൾ ശ്രുതി ചെന്നിട്ട് അഞ്ജലിയോട് തന്നെ ചോദിക്കാട്ടോ, ചേച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പമെന്ന് പറയട്ടോ മനോരമ. നോബഡി നത്തിങ്, അവനെ ഓൺ ദ വേ ആണെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.